സാറേ, ഹമാസിൻ്റെ നേതാവ് ഇസ്മായിൽ ഹാനിയെ കൊല്ലപ്പെട്ടത് ഇറാനിൽ വെച്ചാണല്ലോ. അങ്ങനെയാണെങ്കിൽ അതിന് പിന്നിൽ ഇറാനിലെ തന്നെ ചാരന്മാരാണ് എന്നും കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരു വാദം ശരിയാകുമോ? ഇത് ലണ്ടനിലെ ടെലഗ്രാഫ് പത്രം കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചൊരു റിപ്പോർട്ടിൽ, അത് നേരത്തെ ന്യൂയോർക്ക് ടൈംസ് ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നല്ലോ. ഈ ഹാനിയെ മറ്റേ അധികാരം പുതിയ പ്രസിഡന്റ് പെഷസ്ക്യാൻ അധികാരമേൽക്കുന്ന ചടങ്ങിൽ സംബന്ധിക്കാൻ വന്നു. ഒരു ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്നുണ്ടായിരുന്നു. അത് ഹമാസിന്റെ ഓഫീസായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലമാണ്. മുൻപ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ട ശേഷം ആ ശവമടക്ക് ചടങ്ങിന് വന്നപ്പോഴും അദ്ദേഹം താമസിച്ചിരുന്നത് അവിടെയാണ്. ആ സമയത്താണ് ബോംബ് വെച്ചിരുന്നതെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ റിപ്പോർട്ടിന് കൂടുതൽ വിശദാംശങ്ങൾ തരുന്ന റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം ടെലഗ്രാഫ് പത്രം ലണ്ടനിലെ പ്രസിദ്ധീകരിച്ചൊരു റിപ്പോർട്ടിൽ കാണുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, ഇവർ ഇറാനിലെ തന്നെ ചില സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചിട്ടാണ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ആ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പേരൊന്നുമില്ല, പേര് പറയാൻ പറ്റില്ല, കാരണം അവർ രഹസ്യ വിവരം കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇറാനിലെ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് ഉണ്ടല്ലോ, അതാണ് അവിടുത്തെ എലൈറ്റ് സേന എന്ന് പറയുന്നത്. വരേണ്യ സേന ആണ്, റോയൽ ഗാർഡ്സ്. ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ്സ്. അവരുടെ അൻസാർ അൽ മഹ്ദി എന്ന് പറഞ്ഞ സെക്യൂരിറ്റി യൂണിറ്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ടോപ്പ് സീക്രട്ട് യൂണിറ്റാണത്. ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡിൻ്റെ അൻസാർ അൽ മഹ്ദി യൂണിറ്റിലെ ചില അംഗങ്ങളെ ഇസ്രയേൽ ചാക്കിലാക്കിയിരുന്നു. അവരാണ് ഇത് ഇസ്രയേലിന് വേണ്ടി ചെയ്തത് എന്നാണ് ടെലഗ്രാഫിലെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞതാണ് ടെലഗ്രാഫിനോട്. ആ യൂണിറ്റാണ് VIP-കളുടെ സുരക്ഷ നോക്കുന്നത്. അവിടെയുള്ള പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ, ഇങ്ങനത്തെ പ്രധാനമന്ത്രി, ഖമനേയി, ഇങ്ങനെ ഉള്ള VIP-കളുടെയും വരുന്ന VIP-കളുടെയൊക്കെ സുരക്ഷാ ചുമതല ഇവർക്കുള്ളതാണ്. എന്ന് പറയുമ്പോൾ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരായിരിക്കുമല്ലോ ആ ഗസ്റ്റ് ഹൗസിലും ഡ്യൂട്ടിയിലുണ്ടാവുന്നത്. അപ്പം അങ്ങനെ ഡ്യൂട്ടിയിലുള്ള ചില ആളുകളെ തന്നെ ആണ് ഈ പണം കൊടുത്തൊക്കെ ചാക്കിലാക്കി ഇസ്രയേൽ ഇത് ചെയ്യിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു ആഭ്യന്തര സഹായം ഇസ്രയേലിന് ഉണ്ടാവാതെ തരയില്ല. പക്ഷെ അത് എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നതെന്നാണ് ടെലഗ്രാഫ് ഇതുവഴി പറഞ്ഞിരിക്കുന്നത്. ആ ഇസ്രയേലിൻ്റെ തന്നെ സുരക്ഷാ യൂണിറ്റിലെ ചില ആളുകളെയാണ് ഇസ്രയേൽ വശീകരിച്ചത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റെവല്യൂഷണറി ഗാർഡ്സിൻ്റെ ഉള്ളിലേക്ക് കടന്നു കയറിയിരിക്കുന്നു. അതൊരു വലിയ സംഭവമല്ലേ. നേരത്തെ നമ്മളൊരു ചർച്ച ചെയ്തിരുന്നു ഇസ്രയേൽ ഇറാനുള്ളിൽ തന്നെ. അതിൽ മുമ്പ് നടന്ന ചില ആക്രമണങ്ങളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അവിടെ തന്നെ ഒരു റഡാർ തകർത്ത് കളഞ്ഞ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത്. അത് ശരിവെക്കുന്ന വിധത്തിലാണ് ഈ ടെലഗ്രാഫിലെ റിപ്പോർട്ട്. അപ്പോൾ ഇറാനിലിപ്പോൾ അത് കാരണം നാണക്കേടായിപ്പോയല്ലോ. ലോകത്തിന്റെ മുമ്പിൽ അറസ്റ്റുകളുടെ ഒരു പരമ്പര അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇറാനിൽ നിന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇബ്രാഹിം റൈസിയുടെ ശവ സംസ്കാര ചടങ്ങിന് വന്നപ്പോൾ കൊല്ലാൻ പദ്ധതിയിട്ടു. ആ ഗസ്റ്റ് ഹൗസിൽ അന്ന് ധാരാളം പേരുണ്ടായിരുന്നത് കൊണ്ട് ഹാനിയയെ അന്ന് വകവരുത്താൻ പറ്റിയില്ല. അന്ന് ഈ ബോംബ് AI റിമോട്ട് ബോംബാണല്ലോ അത്, AI നിയന്ത്രിത. ആ ബോംബ് അന്ന് ഈ ഡിറ്റോണേറ്റ് ചെയ്തിരുന്നെങ്കിൽ, അതായത് പൊട്ടിച്ചിരുന്നെങ്കിൽ ഇത് പരാജയപ്പെടുമായിരുന്നു. ഉദ്യമം പരാജയപ്പെടുമായിരുന്നു. വേറെ ആളുകളൊക്കെയാണല്ലോ കൊല്ലപ്പെടുക. അപ്പോൾ അങ്ങനെ പരാജയപ്പെടാം എന്ന് തോന്നി അന്ന് മാറ്റിവെച്ചതാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, പിന്നീട് ആ ഗസ്റ്റ് ഹൗസിലെ 3 മുറിയിൽ
ബോംബുകൾ പ്ലാൻ ചെയ്തു. 3 മുറിയിൽ. ഇങ്ങനെ പോകുന്ന ഏതെങ്കിലും മുറിയിൽ വെച്ച് ചെയ്യാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് ഈ ബോംബ് പ്ലാൻ ചെയ്ത ആളുകൾ ഇറാനിൽ നിന്ന് പോയി. അത് ഈ സുരക്ഷാ യൂണിറ്റ് ഉണ്ടല്ലോ ഇറാൻ്റെ തന്നെ, അതിൽ അവർ ചാരന്മാരാക്കിയിരിക്കുന്ന ഇസ്രയേൽ അവരെ ഏൽപ്പിച്ചിട്ട് ഇത് പ്ലാൻ ചെയ്ത ഇസ്രയേലുകാർ അവിടെ നിന്ന് പോയി. സർവൈലൻസ് ഫുട്ടേജ്, അതായത് ഈ നിരീക്ഷണ ക്യാമറകൾ ഇതിൽ ചില കാര്യങ്ങൾ കാണാം എന്ന് ടെലഗ്രാഫ് പറയുന്നു. ആ പ്ലാൻ ചെയ്ത ഏജന്റുമാർ ഓരോ മുറിയിൽ നിന്നും ഓരോ മുറിയിലേക്ക് 3 മുറിയിലേക്ക് പരിങ്ങി ഇങ്ങനെ നീങ്ങുന്നതായിട്ട് ദൃശ്യത്തിൽ നിന്ന് കാണുന്നുണ്ട് എന്ന് പറയുന്നു. വിദേശത്ത് നിന്നാണ് ബോംബ് പൊട്ടിച്ചിരിക്കുന്നത്. വിദേശത്ത് നിന്ന് റിമോട്ട് കൺട്രോളിലാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വലിയ സുരക്ഷാ പാളിച്ച ആയതുകൊണ്ട് ഇറാന് നാണക്കേടായിട്ടുണ്ട്. ഈ ഗസ്റ്റ് ഹൗസ് ടെഹ്റാൻ്റെ തൊട്ടടുത്ത് തന്നെ ഉന്നതന്മാർ താമസിക്കുന്ന ഒരു സ്ഥലത്താണ്. അതുകൊണ്ട് അത് വലിയ സുരക്ഷാ പാളിച്ച അല്ല എന്ന് വരുത്താനായിട്ട് ഒരു ടീമിനെ ഇറാനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞു പരത്താൻ. ഇതങ്ങനെ വലിയ കാര്യമൊന്നുമില്ല, പക്ഷെ ഇത് വലിയ കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ VIP പാർക്കുന്ന ഏരിയയിൽ തന്നെയുള്ളതാണ് ഗസ്റ്റ് ഹൗസ്. വിമാനത്തിൽ നിന്നുള്ള, അതായത് ഇസ്രായേലിലെ ഒരു വിമാനം അവിടെ നിന്ന് അയക്കുക, ആ വിമാനത്തിൽ നിന്നൊരു മിസൈൽ ഈ ഗസ്റ്റ് ഹൗസിലേക്ക് പായിക്കുക, ഇങ്ങനെയൊക്കെയാണെന്നാണ് ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത്. ഈ ഇസ്രായേൽ ഡിഫൻസ് വക്താവ് കഴിഞ്ഞ ദിവസം ഈ ഇസ്രായേൽ ഇതിനെപ്പറ്റിയൊന്നും പ്രതികരിച്ചിട്ടില്ല എന്ന് ആവർത്തിച്ച് ഞാൻ പലയിടത്തും കാണുന്നുണ്ട്. അതുകൊണ്ട് പറയുന്നതാണ്. അല്ല, ഇസ്രായേൽ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ടൈംസ് ഓഫ് ഇസ്രായേലിൽ തന്നെ ഈ ഹാനിയയുടെ വധത്തിനെ പറ്റി ധാരാളം റിപ്പോർട്ടുകളും അപഗ്രഥനങ്ങളും ഒക്കെ കാണാം. അതൊക്കെ നമുക്ക് അവരത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ വക്താവ് റെയർ അഡ്മിറൽ എന്ന് പറഞ്ഞാൽ നാവികസേനയുടെയാണ്, അതുകൊണ്ടാണ് റെയർ അഡ്മിറൽ എന്ന് പറയുന്നത്. റെയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ചൊവ്വ ബുധൻ ദിവസങ്ങളുടെ ഇടയ്ക്ക് ഇത് നടന്നു എന്ന് പറയുന്ന ദിവസം, ആ ചൊവ്വ ബുധൻ ദിവസങ്ങളുടെ ഇടയ്ക്ക് ഇസ്രയേൽ ഒരു വിമാനവും ഇവിടെ നിന്ന് ഇറാനിലേക്ക് പോയിട്ടില്ല. ഇറാനിലേക്ക് പോയിട്ടില്ല, അവിടെ മിസൈലും അയച്ചിട്ടില്ല. പക്ഷേ ലബനനിലെ ബെയ്റൂട്ടിൽ ഫുവാദ് ഷുക്കൂറിനെ ആ ദിവസങ്ങളിൽ ഞങ്ങൾ കൊല്ലുകയുണ്ടായി. വിമാനം ബോംബിട്ടിട്ടാണ് ഫുവാദ് ഷുക്കൂറിനെ കൊന്നത്, അല്ലാതെ ഹാനിയയല്ല. അത് ചൊവ്വാഴ്ച രാത്രിയായിരുന്നു, അല്ലാതെ മിസൈലോ ഡ്രോണോ ഇറാനിലേക്ക് പോയിട്ടില്ല. അപ്പോൾ ഫുവാദിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയാണ് ചെയ്തത്, ഇറാനിൽ അങ്ങനെയല്ല എന്നതിൽ നിന്ന് വ്യക്തമാണല്ലോ. ഇതിൽ കൂടുതൽ ഞാൻ പറയുന്നുമില്ല എന്നങ്ങേര് പറഞ്ഞു. അപ്പം നിങ്ങൾ ആ വിദേശ പത്രങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ വിശ്വസിച്ചോളൂ എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. 2 മാസം മുമ്പാണ് ഇതെന്ന് ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ പക വീട്ടുന്നതിനേക്കാൾ ഇസ്രയേൽ വിചാരിച്ചത് അങ്ങനെയാണെന്ന്. ഈ പക വീട്ടുന്നതിനേക്കാൾ പ്രധാനം ഒരു സുരക്ഷാ പാളിച്ച ഇറാൻ്റെ തലയ്ക്ക് വയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. രാജ്യത്തെ നാണം കെടുത്തുക ആഗോളമായിട്ട്. ഖമനയ്ക്ക് കൊടുക്കാനുള്ളൊരു ശിക്ഷ അതാണെന്ന് ഇസ്രായേൽ കരുതി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇപ്പോൾ 1 ഡസൻ പേരെ ഇറാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട്. അതിൽ മുതിർന്ന ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥർ, പട്ടാള മേധാവികൾ, ഗസ്റ്റ് ഹൗസിൻ്റെ സ്റ്റാഫ്, ഇവരൊക്കെ അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ സംഘർഷം വർദ്ധിക്കും എന്ന് തോന്നുന്നുകൊണ്ട് അമേരിക്ക ഒരു സ്ക്വാഡ്രൺ ഫൈറ്റർ ജെറ്റുകളെ മിഡിൽ ഈസ്റ്റിൽ നിർത്തിയിട്ടുണ്ട്. അതുപോലെ ഒരു വിമാനവാഹിനിയും റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ സംഘർഷത്തിനായതൊന്നുമില്ല. പല രാജ്യങ്ങളും, ഇന്ത്യ തന്നെ ഇസ്രയേലിലെ ഇന്ത്യക്കാർക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. പല രാജ്യങ്ങളും
അമേരിക്ക മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ലെബനനൊക്കെ മുന്നറിയിപ്പ് ഇസ്രയേലിലുള്ള ഇന്ത്യക്കാർക്കും ഇന്ത്യ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ ഉണ്ടാകാം അല്ലേ? മറ്റ് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ, മറ്റ് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സ്പർദ്ധ, മറ്റ് രാജ്യങ്ങൾ ഇടപെടുമല്ലോ. പ്രത്യേകിച്ച് അമേരിക്ക ഞങ്ങളിത് നോക്കി നിൽക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇസ്രയേലിനെ ആക്രമിച്ചാലല്ലേ. കാരണം ഇനിയിപ്പോൾ ഇറാനും ഹിസ്ബുള്ളയും ഹമാസും എല്ലാം കൂടി ഒന്നിച്ച് ആക്രമണ പരിപാടികൾ ഉണ്ടെങ്കിൽ ഇസ്രായേലിനെ തൊട്ട് അമേരിക്ക നോക്കിയിരിക്കില്ല, മറ്റു രാജ്യങ്ങളൊക്കെ നോക്കിയിരിക്കില്ല ആ സഖ്യത്തിലുള്ളത്. അപ്പോൾ ആ അവസ്ഥയാണ് ഇപ്പോൾ. അങ്ങനെ സംഭവിച്ചാൽ ഈ അറബ് രാജ്യങ്ങളെല്ലാം കൂടെ ഈ ഗ്രൂപ്പിൻ്റെ കൂടെ ചേരും, ഈ ഹമാസിൻ്റെ ഹിസ്ബുള്ളയുടെ കൂടെ ഒക്കെ? ഇല്ല, ഒരിക്കലും ചേരില്ല. അവരൊന്നും ഈ അഭയാർത്ഥികളെ, പലസ്തീൻ അഭയാർത്ഥികളെ തന്നെ അവർ ഏറ്റെടുക്കുന്നില്ലല്ലോ. ആ രാജ്യങ്ങൾ അവരുടെ കച്ചവട കാര്യങ്ങളൊക്കെ നോക്കണം. കച്ചവടത്തിന് എപ്പോഴും സമാധാനം വേണം. യുദ്ധം നടക്കുമ്പോൾ ആയുധങ്ങളുടെ കച്ചവടം നടക്കുന്നല്ലാതെ മറ്റ് കച്ചവടം എന്ത് നടക്കാനാണ്? അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇസ്രയേലുമായിട്ട് ഒരു സന്ധിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സൗദി ഒരു സന്ധിക്ക് ശ്രമിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഒക്ടോബർ 7-ാം തീയതി ഒരു 10 ദിവസത്തിൻ്റെ ഉള്ളിൽ ആ ഉടമ്പടിയിൽ ഒപ്പുവെക്കുമായിരുന്നു സൗദിയും ഇസ്രയേലും കൂടി. അതിനിടയ്ക്കാണ് ഈ ഒരു അത് തകർക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഹമാസിൻ്റെ ആക്രമണം. അപ്പോൾ ഹമാസിനെ കൊണ്ട് അത് ഇറാനും ഖത്തറും ഒക്കെ കൂടി ചെയ്യിക്കുകയായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അവരാണ് ഹമാസിന് പൈസയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഖത്തറാണെങ്കിൽ ഹമാസിൻ്റെ തലവന്മാരെ സംരക്ഷിച്ച് നിൽക്കുന്നുമുണ്ട്. സാർ, ഇപ്പോൾ ഈ ഹമാസിൻ്റെ ഈ തലവനെ കൊന്നത് പിന്നെ ഇസ്രായേലാണെന്നൊക്കെ ഇറാൻ പറയുന്നത്, ഞങ്ങൾ തിരിച്ചടിക്കും, ശക്തമായ തിരിച്ചടിയായിരിക്കും എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇസ്രായേൽ ഇപ്പോഴും ഒന്നും മിണ്ടുന്നില്ലല്ലോ, അതെന്താ മൗനം? അല്ല, ഇസ്രായേൽ മിണ്ടുന്നുണ്ടെന്നാണല്ലോ ഇപ്പോൾ പറഞ്ഞത്. റിയർ അഡ്മിറൽ പറഞ്ഞല്ലോ. അല്ല, ഇസ്രയേല് ഞങ്ങൾ പകപോക്കെന്ന് പച്ചയ്ക്ക് നെതന്യാഹു പറയുന്നുണ്ടല്ലോ. മാത്രമല്ല, ഞങ്ങൾ ഇന്ന ആളുകൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ അവരെ കൈകാര്യം ചെയ്തിരിക്കുന്നു പറഞ്ഞിട്ടുണ്ട്, അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. അല്ല, അതുണ്ട്. ഹമാസിന്റെ മേധാവി, പട്ടാള മേധാവിയോ. അല്ല, ഇയാളുടെ കാര്യത്തിൽ ഞങ്ങൾ കൊന്നു എന്ന് പറഞ്ഞാൽ അവർക്കൊരു കുറച്ചുകൂടെ ഒരു പിന്നെ ഇൻസ്പിറേഷൻ അല്ലേ കിട്ടുന്നത് അവരുടെ സൈനികർക്കൊക്കെ? അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, അവരുടെ മാധ്യമങ്ങളിലൊക്കെ ഇതുണ്ട്. മാത്രമല്ല, ഞങ്ങൾ ആ ദിവസത്തിന്റെ ഇടയ്ക്ക് ഫുവാദിനെ കൊന്നു, ഞങ്ങൾ അങ്ങോട്ട് പോയില്ല, പക്ഷെ ഞങ്ങൾ അവിടെ ഗസ്റ്റ് ഹൗസിൽ ബോംബ് വെക്കുകയായിരുന്നു എന്ന് പച്ചയ്ക്ക് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതാ ഞാൻ ചോദിച്ചത്, അങ്ങനെ പച്ചയ്ക്ക് അങ്ങനെ ഞങ്ങൾ ചെയ്തതാണെന്ന്. അതല്ലാതെ അയാൾ പോയതുകൊണ്ടുള്ള ഗുണം എന്നൊക്കെ പറഞ്ഞ് പലതരം അനാലിസിസുകളൊക്കെ ടൈംസ് ഓഫ് ഇസ്രായേൽ പോലുള്ള പത്രങ്ങളിലൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു തിരിച്ചടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആക്രമിക്കുന്നതൊക്കെ പറയുന്നുണ്ട്. ഇറാൻ അങ്ങനെ ചെയ്യാനുള്ള ധൈര്യമുണ്ടോ? ഇറാൻ അങ്ങനെ ചെയ്യുമോ എന്നുള്ളത്, ഇറാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. കാരണം അവിടെയുള്ള ആഭ്യന്തര സംഘർഷം ഉണ്ടല്ലോ. മാത്രമല്ല, ഒരുപാട് ആളുകൾ ഇസ്രയേൽ ചാക്കിലിട്ടിരിക്കുന്നു എന്നുള്ളതാണല്ലോ ഈ ആഗോള റിപ്പോർട്ടുകളിൽ നിന്ന് കാണുന്നത്. അവിടെ തന്നെ ആഭ്യന്തര ഭീഷണികൾ ഈ ഖമൈനിയൊക്കെ നേരിടുന്നുണ്ട്. കാരണം ഈ തിയോക്രാറ്റിക് ആയുള്ള ഒരു സ്റ്റേറ്റ്, അതായത് മതം അല്ലെങ്കിൽ മത നേതാക്കൾ ഭരിക്കുന്ന ഒരു രാജ്യത്ത് അതിനുള്ള എതിർപ്പ് എപ്പോഴും കൂടി വരും. താലിബാനെതിരെയും എതിർപ്പുണ്ടായിരുന്നല്ലോ, താലിബാൻ തിരിച്ചു വന്നെങ്കിലും. അതുപോലെ അവിടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള വലിയ മുറവിളിയൊക്കെ ഉണ്ട്. അല്ലാതെ ഈ പൗരോഹിത്യം ഭരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവിടെ സ്വാതന്ത്ര്യകാംക്ഷികളായ കുറേ ആളുകൾ ഇസ്രയേലിനെ സഹായിക്കാൻ തയ്യാറായിട്ടുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ആഭ്യന്തര സാഹചര്യങ്ങൾ ഇറാനിലെ ഇന്നത്തെ ഈ ഭരണ സംവിധാനത്തിന് അത്ര അനുകൂലമൊന്നുമല്ല. അപ്പോൾ അവിടെ അങ്ങനത്തെ സമ്മർദ്ദങ്ങളും കൂടി ഉണ്ട്. പക്ഷേ എന്തെങ്കിലും ചെയ്തു എന്ന് വരുത്തേണ്ടതുമുണ്ട്. അതിന് മടിച്ചു നിൽക്കുന്നത്, അമാന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചടി എങ്ങനെ ഇരിക്കും എന്ന് പേടിച്ചിട്ടാണ്. ഇപ്പോൾ അണുബോംബിൻ്റെ അടുത്ത് നിൽക്കുന്ന ഇറാന് ആ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കപ്പെടുക എന്നുള്ളത് ആലോചിക്കാൻ പോലും പറ്റില്ല. കാരണം എത്ര പണം ചെലവാക്കിയാണ് ചെയ്യുന്നത്. പണ്ട് സിറിയയിലെ ആണവ കേന്ദ്രം ഇസ്രയേൽ ആക്രമിച്ച് തകർത്ത ഉദാഹരണം ഇറാൻ്റെ മുമ്പിലുണ്ട്. പേടിയായിരിക്കും. മാത്രമല്ല, ആ സിറിയയിലെ ആണവ കേന്ദ്രത്തിന് ഇറാൻ്റെ സഹായവും ഉണ്ടായിരുന്നു. ഇറാൻ്റെ ഒരു രണ്ടാമത്തെ കേന്ദ്രമായിട്ട് തന്നെയാണ് ഈ സിറിയയിലെ ആണവ കേന്ദ്രം കരുതിയിരുന്നത്. അതാണ് ഒരു രഹസ്യ പദ്ധതി വഴി ഇസ്രയേൽ ബോംബിട്ട് തകർത്തത്. അപ്പോൾ ഈ അകത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഇസ്രയേൽ ചെയ്യുക അതാണല്ലോ.
ഈ നേരിട്ട് പോയൊരു വിമാനാക്രമണം നടത്തുന്നതിൻ്റെ സാധ്യതയെപ്പറ്റി സംശയിക്കേണ്ടതാണ്. അത് ചെയ്തിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഇസ്രായേൽ. F-35 പോർ വിമാനങ്ങൾ പോയതാണെന്നൊരു വേർഷൻ ഉണ്ടെങ്കിലും, കാരണം അത് അവരുടെ വ്യോമാതിർത്തിയുടെ ലംഘനമാണ്, അത് ആഗോള നിയമങ്ങൾക്കൊക്കെ വിരുദ്ധമാണ്. എങ്കിൽ ഞങ്ങൾ റിട്ടാലിയേറ്റ് ചെയ്യുന്ന ഇറാന് കൃത്യമായിട്ട് പറയുകയും ചെയ്യാം. ഇപ്പോൾ ഇത് പച്ചയ്ക്ക് അഡ്മിറ്റ് ചെയ്യാത്തത്, ഇറാൻ അഡ്മിറ്റ് ചെയ്യാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സമ്മതിച്ചു കഴിഞ്ഞല്ലോ, എങ്കിൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്നിവരൊരു നിലപാടെടുക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. ഇസ്രായേൽ ചെയ്തതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ ആണവ കേന്ദ്രങ്ങൾ 3 സ്ഥലത്തുണ്ട്. അത് ഈ പല സ്ഥലങ്ങളിലായിട്ടാണത്. അപ്പോൾ അതെല്ലാം കൂടി ഇസ്രായേൽ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ നാശമായിരിക്കും ഇറാനിൽ. ആ ഭയം എപ്പോഴും ഉണ്ടാവും.